യേശുവേ നന്ദി, യേശുവേ സ്തുതി. ഞാൻ അങ്കമാലിയിൽ നിന്നും വരുന്നു. ഞാൻ നവംബറിലാണ് ഈ അത്ഭുത ജപമാലയെ പറ്റി അറിയുന്നത്. ഡിസംബർ തുടങ്ങിയിട്ട് ഞാൻ നിയോഗം വെച്ച് 33 ദിവസത്തെ നിയോഗം വെച്ച് പ്രാർത്ഥന ചൊല്ലിയായിരുന്നു. അതെൻ്റെ മക്കൾക്ക് വേണ്ടിയിട്ടാണ് ഞാൻ തുടങ്ങിയത്. പക്ഷേ അനുഭവം കിട്ടിയത് എനിക്കായിരുന്നു. 33ാമത്തെ ദിവസം വന്നു കഴിഞ്ഞപ്പോൾ അച്ഛൻ വിളിച്ചു പറഞ്ഞു, രോഗസൗഖ്യത്തിൻ്റെ സമയത്ത് വിളിച്ചു, നിഷയുടെ ബ്ലീഡിങ് മാറ്റുന്നു എന്ന്. നിഷ 200ാമത്തെ എപ്പിസോഡിലാണ്, ഞാൻ പഴയ ജപമാലകൾ എടുത്ത് കൂടുമായിരുന്നു. 200ാമത്തെ എപ്പിസോഡിലാണ് അച്ഛനത് വിളിച്ചു പറഞ്ഞത്. പക്ഷേ എനിക്ക് ആ സമയത്ത് ഞാൻ അനുഭവിച്ചുകൊണ്ടിരുന്നത് എനിക്ക് തന്നെ പറയാൻ പറ്റില്ല. കാരണം ചിലപ്പോൾ ഫസ്റ്റത്തെ ദിവസങ്ങളിൽ ഒത്തിരി ബ്ലീഡിങ് ആയിരുന്നു വന്നുകൊണ്ടിരുന്നത്. അതുപോലെ തന്നെ ചിലപ്പോൾ 10 ദിവസം 15 ദിവസം അങ്ങനെ നീണ്ടു പോകുമായിരുന്നു. പിന്നെ ഇത് കുറയ്ക്കണമെങ്കിൽ ഞാൻ ഗുളികകൾ കഴിച്ചിട്ടാണ് ബ്ലീഡിങ് കുറച്ചുകൊണ്ടിരുന്നത്. ഞാനാണെങ്കിൽ വർക്ക് ചെയ്യുന്ന ആളുമാണ്. അപ്പം അത് കാരണം രാവിലെയും വൈകുന്നേരവും ഗുളികകൾ കഴിച്ചിട്ടാണ് ഈ ബ്ലീഡിങ്ങിന് കുറയുന്നത്. അച്ഛൻ ഇത് പറഞ്ഞു കഴിഞ്ഞ ശേഷം എനിക്ക് ആ ഗുളികകൾ യൂസ് ചെയ്യേണ്ടി വന്നിട്ടില്ല. ഇപ്പം ഞാൻ 6 മാസത്തോളമായി നോർമൽ ബ്ലീഡിങ്ങിലാണ് ഞാൻ പോകുന്നത്. കരങ്ങളടിച്ച് നന്ദി പറഞ്ഞ് എന്നെ എന്തൊരു വലിയ സാക്ഷിയെ കേട്ടതല്ലേ. കണ്ടോ, പേരടക്കം വിളിച്ചു പറയാം. നിഷ എന്നല്ലേ പേര്. നിഷയുടെ ബ്ലീഡിങ് കർത്താവ് സൗഖ്യപ്പെടുത്തുന്നു. കണ്ടോ, ആള് വേറൊരു നിയമത്തിലാണ് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ മെസ്സേജ് വിളിച്ചു വന്നപ്പോൾ പേരടക്കം ആ വ്യക്തി ആ സമയത്ത് കടന്നുപോയ അവസ്ഥ തന്നെ വിളിച്ചു പറയുകയാണ്. അതിനുശേഷം ഇതുവരെ 6 മാസമായിട്ട് ഒരു കുഴപ്പമുണ്ടായിട്ടില്ല. കണ്ടോ, വലിയ സൗഖ്യമാണ് കേട്ടോ. അതുപോലെ തന്നെ എൻ്റെ മകൾക്ക് ബ്ലീഡിങ് കറക്റ്റ് അല്ലായിരുന്നു. തൈറോയിഡ് വളരെ കുറവായിരുന്നു. അപ്പം അത് 2 മാസത്തോളം മരുന്ന് കഴിച്ചു. ചെക്ക് ചെയ്ത് കഴിഞ്ഞപ്പോഴും തൈറോയിഡ് തീരെ കുറവാണ്. അത് കഴിഞ്ഞ് ഈ ജപമാല ഞാനിങ്ങനെ നിയോഗം വെച്ച് കൂടി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ അവളുടെ തൈറോയിഡ് കറക്റ്റായി. ഇപ്പോൾ ഗുളികകളൊന്നും അവൾ യൂസ് ചെയ്യുന്നില്ല. അതുപോലെ തന്നെ ഭവനത്തിലാണെങ്കിൽ ഞങ്ങൾക്ക് മരപ്പെട്ടി ശല്യം വളരെ കൂടുതലായിരുന്നു. അപ്പം അച്ഛനോട് വിളിച്ചു പറഞ്ഞു, ഞാനിങ്ങനെ നിയോഗം വെച്ച് കൂടുമായിരുന്നു. അച്ഛനിങ്ങനെ മരപ്പെട്ടി ശല്യം ഞങ്ങളുടെ ഭവനത്തിൽ നിന്നും എടുത്തു മാറ്റപ്പെട്ടു. കണ്ടോ, പ്രൈസ്. കരങ്ങളടിച്ച് നന്ദി പറയാം കേട്ടോ. എൻ്റെ വലിയ സൗഖ്യമാണ്, സാക്ഷിയാണ് കേട്ടത് കേട്ടോ.